ഹോശേയ 6-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ. വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിൻമഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രേമേ, ഞാൻ നിനക്കെന്ത് ചെയ്യണ്ടു? യഹൂദേ, ഞാൻ നിനക്കെന്ത് ചെയ്യണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി, എന്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഗിലെയാത്ത് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം, അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ സെഖേമിലേക്കുള്ള വഴിയിൽ കുല ചെയ്യുന്നു. അതെ, അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹത്തിൽ ഞാനൊരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രേം പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമായിരിക്കുന്നു. യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ.